ചിക്കൻ ബോക്സ് ഒരു തവണ പണ്ട് വന്നാലും പിന്നെ വരാനുള്ള ചാൻസസ് ഉണ്ട്. നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ അരുൺ ശ്രീകുമാർ. ഞാൻ കിംസ് വലിയത്ത് ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യനായിട്ട് വർക്ക് ചെയ്യുന്നു. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്നത്തെ സമൂഹത്തിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വൈറൽ ഇൻഫെക്ഷനെ കുറിച്ചാണ്. ചിക്കൻ ബോക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ചിക്കൻ ബോക്സ് യൂഷ്വലി ഒരാൾക്ക് ഇൻഫെക്റ്റ് ആയിട്ട് വരുന്നത് മറ്റൊരു ഇൻഫെക്റ്റഡ് പേഴ്സണിൽ നിന്നും ചുമ വഴിയോ ഡ്രോപ്ലെറ്റ് സ്പ്രെഡ് വഴിയോ വരുന്നതായിട്ടൊരു അസുഖമായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഒരാൾക്ക് ഇൻഫെക്ഷൻ വരുമ്പം ഇതിന് തുടക്കം ലക്ഷണങ്ങളുമായിട്ട് ഫീവർ, അത് പനി, പിന്നെ അത് വിട്ട് മാറാത്ത ചുമ, തൊണ്ടവേദന അങ്ങനെയിട്ട് തുടങ്ങിയിട്ട് ഒരു 3-4 ദിവസത്തിൽ സ്കിന്നിൽ മൊത്തത്തിൽ കൊമള്, അതായത് റാഷസ് ആയിട്ട് വരുന്നതായിട്ടാണ് കാണപ്പെടുന്നത്. ദേഹം മൊത്തമായിട്ട് നമ്മൾ റാഷസ് കാണുമ്പോഴാണ് നമ്മൾ ചിക്കൻ ബോക്സ് ആയിട്ട് യൂഷ്വലി പറയുന്നത്. കൊമളായിട്ട് വരും. ഇത് കൂടുതലും പട്ടക്സിലും ചെസ്റ്റിലും നെഞ്ചത്തും കൈകൾക്കായിട്ടാണ് കൂടുതലായിട്ടും വരുന്നത്. അപ്പോൾ ഇങ്ങനെ വരുന്ന പേഷ്യൻസിന് നമ്മൾ യൂഷ്വലി ട്രീറ്റ്മെൻറ്റ് ഫസ്റ്റ് തന്നെ തുടങ്ങണം. കാരണം ആൻറ്റിവൈറൽസും ആൻറ്റിബയോട്ടിക്സ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത്. ആൻറ്റിവൈറലാണ് കൂടുതലായിട്ട് കൊടുക്കുന്നത്. പിന്നെ സ്കിന്നിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ ആണെങ്കിൽ സെക്കൻഡറി ആൻറ്റിബയോട്ടിക്സും കൊടുക്കും. പിന്നെ അലർജിക് ആയിട്ടുള്ള മരുന്നുകളും അങ്ങനെ ആയിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ആയിട്ട് കൊടുക്കുന്നത്. കാരണം കൃത്യസമയത്ത് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടില്ലെങ്കിൽ ഇതിന് പല കോംപ്ലിക്കേഷൻസ്, അതായത് ഇപ്പം എൻകെഫലൈറ്റിസ്, മറ്റ് അവയവത്തിനെ ബാധിക്കാനുള്ള പലതും കോംപ്ലിക്കേഷൻസും ഈ വൈറൽ ഇൻഫെക്ഷൻ കൊണ്ട് ഉണ്ടാകുന്നതാണ്. പിന്നെ ഒരു പേഷ്യൻറ്റിന് ഇത് ലക്ഷണമുള്ള ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആഹാരക്രമങ്ങളും കുറച്ച് വ്യത്യാസം വരുത്തണം. ഓയിലി ഫുഡ്, എരിവും പുളിയും അത്രയ്ക്കുള്ള ഫുഡുകളും ഒന്നും കഴിക്കാതിരിക്കാൻ നോക്കുക. കൂടുതലും വെള്ളം, നല്ല ചൂടുവെള്ളം മാറ്റിയ ശേഷം ആ വെള്ളങ്ങൾ നല്ലതായിട്ട് കുടിച്ച് മൂത്രത്തിൽ നിന്ന് പ്രൊമോട്ട് ചെയ്യണമെന്ന് നമ്മൾ പറയാറുണ്ട്. പിന്നെ ഇതിൻ്റെ പ്രതികരിക്കാനായിട്ട് വാക്സിൻസ് ഉണ്ട്. അപ്പോൾ അത് എസ്പെഷ്യലി ഒരു വീട്ടിൽ ഇൻഫെക്റ്റ് ആയിട്ട് ഒരു പേഴ്സണിൻ്റെ വീട്ടിൽ ഇപ്പോൾ മുതിർന്നവരോ കുട്ടികളോ ഉണ്ടെങ്കിൽ അവർ കറക്റ്റായിട്ട് വാക്സിൻ എടുത്തിട്ടില്ലെങ്കിൽ എടുക്കാനുള്ള റെക്കമെൻഡേഷനും പറയുന്നുണ്ട്. ഒരു പരിധിവരെ ഈ വാക്സിൻ തടയാൻ സഹായിക്കും. ചിക്കൻ ബോക്സ് ഒരു തവണ പണ്ട് വന്നാലും പിന്നെ വരാനുള്ള ചാൻസസ് ഉണ്ട്. കാരണം ഇതിൻ്റെ ഒരു ഇൻഫെക്റ്റീവ് വിൻഡോ പീരീഡ്, ഇപ്പോൾ പണ്ട് വന്നതിലൊന്നും ഇപ്പോൾ ഇൻഫെക്ഷൻ തമ്മിൽ ഒരു 10 വർഷം ഓരോ ശരീരം അനുസരിച്ചിരിക്കും. പക്ഷെ എന്നാലും ചെറിയൊരു വിൻഡോ പീരീഡ് ഉണ്ട്. പിന്നെയും വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും രോഗലക്ഷണം ഉണ്ടെങ്കിൽ അടുത്തുള്ള ആശുപത്രിയായിട്ടോ ഡോക്ടറായിട്ടോ ബന്ധപ്പെടേണ്ടതാണ്.